സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതങ്കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ബാധിതാക്ഷാ ഗുരുഭവനപുരേഹന്ത ഭാഗ്യം ജനാനാം. നമസ്കാരം. സനാതനധർമ്മസംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. വടക്കു ഭാഗത്ത് ഉള്ളതായിട്ടുള്ള 3 വർഷങ്ങളെ, ഭാരതഖണ്ഡങ്ങളെ പറഞ്ഞു. അതായത് പടിഞ്ഞാറ് ഭാഗത്ത് ദായാമി ദക്ഷിണഗതേ ഹരിവർഷേ, തെക്ക് ഭാഗത്തുള്ള ആദ്യത്തെയാണ് ഹരിവർഷം എന്ന് പറഞ്ഞു. പിന്നെ കിംപുരുഷം, പിന്നെ ഭാരതം. ഇത് 3 എണ്ണമാണ്. കിംപുരുഷം, ഭാരതം, ഹരിവർഷം എന്നുള്ളതിൽ. അപ്പം അതിൽ കിംപുരുഷത്തിൽ ഹനുമാൻ ഹനുമാനോട് കൂടിയിട്ട് ഭഗവാൻ രാമനെ ആയിട്ടാണ് കണ്ട് ഭജിക്കുന്നത് എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ വടക്ക് ഭാഗത്തുള്ളതാണ് രമ്യകം, ഹിരണ്മയം, ഉത്തരഗുരു, 3 വർഷം. തെക്ക് ഭാഗത്തുള്ളതാണ് ഹരിവർഷം, അതുപോലെ തന്നെ കിംപുരുഷം, ഭാരതം. ഹരിവർഷം, കിംപുരുഷം, ഭാരതം. ഇതാണ് തെക്ക് ഭാഗത്ത് ഉള്ള 3 വർഷം. പടിഞ്ഞാറ് ഭാഗത്ത് കേതുമാലം, കിഴക്ക് ഭാഗത്ത് ഭദ്രാശ്വം. ഇനി അടുത്തത് ഭാരതഖണ്ഡത്തിനെയാണ് വർണ്ണിക്കുന്നത്. അത് ഒരുപാട് വർണ്ണിക്കുന്നുണ്ട് ശ്രീമദ് ഭാഗവതത്തിൽ. ശ്രീ നാരദേന തക ഭാരതഖണ്ഡമുഖ്യ, ഏറ്റവും തെക്ക് ഭാഗത്ത് എന്നർത്ഥം. ഹരിവർഷം, കിംപുരുഷം. ഹരിവർഷം എത്രാമത്തെ ശ്ലോകത്തിലാണ് പറഞ്ഞത്? കുറച്ച് മുമ്പത്തെ ശ്ലോകത്തിലാട്ടോ പറഞ്ഞത് ഹരിവർഷം പറഞ്ഞത്. ആ ഹരിവർഷം, പിന്നെ കിംപുരുഷം, ഭാരതം. ക്രമത്തിലല്ല പറഞ്ഞു വരും. കുറച്ച് മുമ്പെയാണ് ഹരിവർഷത്തിനെ കുറിച്ച് പറഞ്ഞത് എന്നർത്ഥം. പ്രഹ്ലാദ മുഖ്യ പുരുഷൈ പരിഷേവ്യമാണെന്ന് പറഞ്ഞു. 3ാമത്തെ ശ്ലോകത്തിലാണ് ഹരിവർഷം തെക്ക് ഭാഗത്തുള്ള ആദ്യത്തെ പറഞ്ഞത്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ഭാരതഖണ്ഡം, കിംപുരുഷം പറഞ്ഞു എന്നർത്ഥം. അപ്പം അങ്ങനെ നോക്കിയാലേ മനസ്സിലാവുള്ളൂ. ഹരിവർഷം, കിംപുരുഷം, ഭാരതം, 3 എണ്ണം. ഭാരതത്തിലത്തെ വർത്തമാനം. ശ്രീ നാരദേനതൊക്കെ ഭാരതഖണ്ഡമുഖ്യേ ത്വം സാംഖ്യയോഗനിധിഭിः സമുപാസ്യമാന ആകൽപ്പകാലമിക സാധുജനാഭിരക്ഷി നാരായണോ നരസഖ പരിപാഹി ഭൂമൻ. ശ്രീ നാരദേന സഹ, ആരാണ് ഭാരതത്തിൽ ഭജിക്കണമെന്ന് ആദ്യം പറഞ്ഞു. ശ്രീനാരദൻ, കൂടെയുള്ളവരും ഉണ്ട്, ഒറ്റയ്ക്കല്ല. ഭാരതീയർ എന്ന് പറയാം. ശ്രീനാരദേന സഹ, ശ്രീനാരദനോട് കൂടി പ്രധാന ഭക്തന്മാർ, ഭാരതഖണ്ഡ മുഖ്യ, അവിടെയുള്ള മുഖ്യന്മാരാൽ ഉപാസിക്കപ്പെടുന്നത്. ശരിക്കും പറയാച്ച സാഖ്യയോഗനുദുഭി സമുപാസ്യമാന. സാഖ്യയോഗം ജ്ഞാനയോഗം, സംഖ്യ ഇട്ട് നിശ്ചയിക്കുന്ന വിധത്തിനാണ് സാഖ്യയോഗം എന്ന് പറയാം. ജ്ഞാനയോഗത്തിൽ പല അവാന്തര വിഭാഗങ്ങളുണ്ട്. അതിലത്തെ ഒന്നാണ് സാഖ്യയോഗം. ഗീത നോക്കിയാൽ തന്നെ കാണാം. സാഖ്യയോഗം, സന്യാസയോഗം, ജ്ഞാനകർമ്മ സന്യാസയോഗം, താരക ബ്രഹ്മയോഗം, മോക്ഷസന്യാസയോഗം, ഒരുപാട് യോഗങ്ങളാണ്. അതൊക്കെ ഓരോ ഇവിടെ സാഖ്യയോഗം 2ാം അധ്യായ ഗീതയിൽ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഓരോ ഭാഗങ്ങളാണ്. ആ സാഖ്യയോഗപ്രകാരമാണ് നുദുബി സ്തോത്രങ്ങൾ. സാഖ്യയോഗത്തിൽ പറയപ്പെട്ട സ്തോത്രങ്ങളാൽ സമുപാസ്യമാന, ഉപാസിക്കപ്പെട്ടിട്ട്, നാരായണോ നരസഖ, അങ്ങനെയാണ് ഭജിക്കണത്. ഭഗവാന്റെ അവതാരങ്ങളിലത്തെ ഒന്നാണ് നരനാരായണന്മാർ. നരനാരായണ അവതാര സ്വരൂപിയായിട്ട് ഭജിക്കുന്നു. ഒരു തപസ്സിന് പ്രാധാന്യമുള്ള അവതാരം അത്രേ നരനാരായണ അവതാരം. 1000 കൊല്ലം തപസ്സും 1000 കൊല്ലം യുദ്ധവും ഒപ്പം ചെയ്താലേ സഹസ്രകവചൻ എന്ന അസുരനെ വധിക്കാൻ പറ്റൂ എന്ന് നേരത്തെ സംഗതി വശാൽ ഒരു ദശകത്തിൽ പറയുണ്ടായി. അപ്പോൾ തപസ്സിന് പ്രാധാന്യം കിട്ടിയത് കൊണ്ടാണ് എന്ത് പറഞ്ഞത്? നാരായണോ നരസഖ, അങ്ങനെ ഭജിക്കുന്നു. എന്തുകൊണ്ട്? സാഖ്യയോഗനുദുഭി സമുപാസ്യമാന, അങ്ങനെയുള്ള സാഖ്യയോഗ വിധിയാൽ ഉപാസിക്കപ്പെടുന്നു. അവിടെ ഭഗവാൻ ചെയ്യുന്ന കർമ്മമാണ് 3ാമത്തെ വരി.
എന്ത് ചെയ്യണ ഭഗവാനെ? ആകൽപകാലമിക സാധുജനാഭിരക്ഷി. കൽപ്പാന്തകോടിക്കാലം വരേക്കും ഭാരതവർഷത്തിൽ പ്രളയം വരെ നർത്തം സുഹൃതികളായ ജനങ്ങളെ രക്ഷിക്കുന്നവനായിട്ടുള്ള നരനാഥകോടുകൂടിയതായിട്ടുള്ള നരസഖാവായ നാരായണനെ, നാരായണോ നരസഖ പരിവാഹി ഭൂമൻ. രണ്ടാമത്തെയും മൂന്നാമത്തെയും മെരി ഭഗവാന്റെ വിശേഷണമാണ്. ഒന്ന് ക്രിയാവിശേഷണമായിട്ടാണ് പറയുക, എന്താണ് ചെയ്യുന്നത്. പിന്നെ ഒന്ന് ഗുണങ്ങളെ ഉപാസ്യമാന, ഭഗവാനെ മറ്റുള്ളവർ എങ്ങനെ ഉപാസിക്കുന്നു എന്നാണ് കണ്ടത്. ഭഗവാന്റെ കർമ്മമല്ല അത്. രണ്ടാമത്തെ വരി ഭഗവാന്റെ കർമ്മമല്ല. ത്വം സാഖ്യയോഗനുദവി സമുപാസ്യമാന. സാഖ്യയോഗത്തിൽ കൂടിയിട്ട് ആരാ ഉപാസിക്കണം? ഭക്തന്മാർ, ഭഗവാനല്ലല്ലോ ഉപാസിക്കുക. അപ്പോൾ ഒന്ന് ഭക്തന്മാരുടെ കർമ്മം, മൂന്നാമത്തെ വരി ഭഗവാന്റെ കർമ്മമാണ്. സ ആകൽപകാലമിക സാധുജനാഭിരക്ഷി. ഉപാസിച്ച എന്താ ഭഗവാൻ അവർക്ക് അങ്ങോട്ട് കൊടുക്കുക? രക്ഷ. അതാണ് ഇവിടെ ആകൽപകാലമിക സാധുജനാഭിരക്ഷി. കൽപ്പാന്തകാലം വരെ അവരുടെ രക്ഷാകർത്തൃത്വം ഏറ്റെടുക്കുകയാണ്. ഗ്യാരണ്ടി കൊടുക്കുക എന്ന് പറയുന്ന ഒരു ഏർപ്പാടല്ലോ. 10 കൊല്ലം 5 കൊല്ലം. ഭഗവാൻ അങ്ങനെയുള്ളതല്ല, ലൈഫ് ലോങ് ഗ്യാരണ്ടിയാണ്. ഉപാസിക്കുന്ന ഭക്തന്മാരുടെ ലൈഫ് ലോങ് ഗ്യാരണ്ടി ഭഗവാൻ എടുത്തിരിക്കണു. സമയപരിധി ഇല്ല. എത്ര കാലം വരേക്കും സർവീസ് ഗ്യാരണ്ടി, വാറണ്ടി എന്നൊക്കെ പറയണ പോലെയാണ്. ആകൽപകാലം, എപ്പോൾ പ്രപഞ്ചം അവസാനിക്കും അപ്പോഴേ ഭഗവാൻ ആ സ്ഥാനത്ത് നിന്ന് പിന്മാറുള്ളൂ എന്നാണ്. ഇത്ര വലിയ രക്ഷാകർത്തൃത്വം ആരാ കൊടുക്കുക? 10 കൊല്ലത്തെ ഗ്യാരണ്ടി, 5 കൊല്ലത്തെ ഗ്യാരണ്ടി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ഇത് ആകൽപകാലം. ഇഹ സാധുജനാഭിരക്ഷി അനന്യ ചിന്തയന്തോമാം യേജനാ പര്യുപാസതേ. എന്നെ ആര് അനന്യമായിട്ട് വിചാരിക്കണം, വേറൊന്നും മനസ്സിൽ കരുത്, അവനെ ഞാൻ രക്ഷിക്കും. യോഗക്ഷേമം വഹാമ്യഹം. അവരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. അവരാരുമില്ലാത്തവരല്ല, ഭഗവാൻ നാഥനായിട്ടുള്ളവരാണ്. ആകൽപകാലമിക സാധുജനാഭിരക്ഷി നാരായണോ നരസഖ പരിപാഹി ഭൂമൻ. ഭാരതഖണ്ഡമുഖ്യേ ശ്രീനാരദേന നരനാരായണോ നരസഖ അങ്ങനെ വചിക്കുന്നു. എങ്ങനത്തെ ആൾക്കാരാൽ വചിക്കപ്പെടുന്നു? സാഖ്യയോഗനുദുപി, സാഖ്യയോഗ ശാസ്ത്രങ്ങളാൽ ഉപാസിക്കപ്പെട്ടവനും ആകൽപാന്തം സാധുജനങ്ങളെ രക്ഷിക്കുന്നവനും ആയ നാരായണോ നരസഖ പരിവാഹി ഭൂമൻ. അത്തരത്തിലുള്ള ഭഗവാൻ എന്നെയും രക്ഷിക്കണമേ എന്ന് പറഞ്ഞേക്കാണ്. ഇപ്പോൾ ഭൂമിയിലുള്ള 9 ഖണ്ഡങ്ങൾ കഴിഞ്ഞു. ഇളാവൃതം നടുക്ക്, രമ്യകം ഹിരൺമയം ഉത്തരഗുരു വടക്ക്, കിംപുരുഷം ഹരിവർഷം ഭാരതം തെക്ക്, കേതുമാലം പടിഞ്ഞാറ്, ഭദ്രാശം കിഴക്കുമായി 9 ഖണ്ഡങ്ങൾ. സാധാരണ നിലയിൽ കരയിൽ പറഞ്ഞ കാര്യങ്ങളാണ്. ഇനി വെള്ളത്തിൽ പറഞ്ഞ കാര്യം അടുത്തത് പറയണതാണ്. വെള്ളം, കരയിലത്തെ സംഗതി 9 ഖണ്ഡം, 9 ഭൂഖണ്ഡമായിട്ടൊക്കെ ചിലർ പറയും. തെക്കേ അമേരിക്കയും വടക്കേ അമേരിക്കയും വേറെ എടുക്കുമ്പോഴാണ് 9 ഭൂഖണ്ഡം. ഒന്നിച്ചെടുക്കുമ്പോൾ അങ്ങനെ വ്യത്യാസം കണ്ടിരുമ്പോൾ ആ ഭൂഖണ്ഡങ്ങൾ അന്ന് 9 ഇന്നിപ്പോൾ അത്രയ്ക്ക് തന്നെ ഇല്ല. അതുകൊണ്ടല്ലേ ഓരോ കാലത്തേതനുസരിച്ചുള്ള കണ്ടുപിടിക്കലാണല്ലോ. ഇനി ദ്വീപുകൾ, അതായത് 6 ദ്വീപുകളാണ് ഇവിടെ പറയണത്. ഇന്നത്തെ അന്ദമാൻ, നിക്കോബാർ, മലേഷ്യ, മാലിദ്വീപ് എന്നൊക്കെ പറയപ്പെടുന്ന ദ്വീപുകളാവാം. പണ്ട് വേറെ പേരിലാണ് പറയപ്പെട്ടിരുന്നത്. ഇപ്പോൾ പ്ലക്ഷം എന്ന് പറഞ്ഞിട്ടൊരു ദ്വീപ്, പ്ലാക്ഷ എന്ന് പ്ലക്ഷത്തിൽ നിന്നാണ്, പ്ലക്ഷമാണ് ദ്വീപിൻ്റെ പേര്, പ്ലക്ഷം. പിന്നൊന്ന് ശാൽമല ഇന്ദുരൂപം, ശാൽമലി എന്ന് പറഞ്ഞിട്ടുള്ള ദ്വീപ്. പിന്നൊന്ന് കൂശം എന്ന് പറഞ്ഞിട്ട് ഒരു ദ്വീപ്. അതൊക്കെ വേറെ വേറെ എഴുതി വയ്ക്കുന്നത് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ നല്ലതാണ്. പിന്നെ ക്രൗഞ്ചം എന്ന് പറഞ്ഞിട്ടൊരു ദ്വീപ്, 3 എഴുതി 6 ദ്വീപേ ഉള്ളൂ, കുറേയൊന്നുമില്ല. അപ്പോൾ പ്ലക്ഷം, ശാൽമലി, അതുപോലെ തന്നെ കുശം എന്ന് 3 എഴുതുക ചെറുതായിട്ട്. വലത്ത് ഭാഗത്ത് അങ്ങനെയൊക്കെ നോട്ടെടുത്ത് പഠിച്ചിരുന്നത് കുട്ടിക്കാലത്തെ. അതുപോലെ ക്രൗഞ്ചം, ശാകം, പുഷ്കരം ഇങ്ങനെ എഴുതിയാൽ പെട്ടെന്ന് 6 ദ്വീപുകളെ നമുക്ക് പിടികിട്ടും. അതൊന്ന് പഠിക്കുകയും ചെയ്യും എഴുതുമ്പോൾ. നോട്ട് ചെയ്ത് വെച്ചാൽ മതി. സ്ഥലം ഉണ്ടല്ലോ അവിടെ എങ്ങനെയൊക്കെ ആണ് ഭജിക്കപ്പെടുന്നത് എന്ന് പറഞ്ഞിരിക്കുകയാണ്. വളരെയധികം ഭാഗവത്തിലൊരു
അധ്യായത്തിലൊക്കെ പറഞ്ഞ കാര്യമാണ് ഇവിടെ ഒരു ശ്ലോകത്തിൽ കുറച്ച് പറഞ്ഞിരിക്കുന്നത്. പ്ലക്ഷം എന്ന ദീപത്തിൽ അർക്കരൂപം. പിന്നെ അവിടെ വേറെ പ്രത്യേകതകളുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട് ഭാഗവത്തിൽ. ഇവിടെ ഭജിക്കണത് മാത്രമേ പറഞ്ഞുള്ളൂ. അതല്ല അവിടെ ആരാണോ വസിക്കുന്നത്, അവിടെ എന്തെല്ലാം വൃക്ഷങ്ങളുണ്ട്, പിന്നെ എന്തൊക്കെ അത്ഭുതങ്ങളുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട് ഭാഗവതത്തിലാണോ. പ്ലാക്ഷത്തിനെ പറ്റിയിട്ടൊക്കെ ചിലപ്പോൾ ഒരു അധ്യായത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു അധ്യായത്തിൻ്റെ മേജർ ഭാഗമോ വരുന്നുണ്ട്. ഒരു അധ്യായത്തിൽ 2 ദ്വീപിനെയൊക്കെ വർണ്ണിക്കുള്ളൂ. ഇതൊരു ശ്ലോകത്തിൽ അതൊക്കെ കൂടിയാണ് കഴിച്ചു. പ്ലാക്ഷേ അർക്കരൂപം, സൂര്യനായിട്ട് ഭജിക്കുന്നു. സൂര്യനെ ഭജിക്കുന്നതൊക്കെ, സൂര്യനെ ഭജിക്കുന്ന ആ ഒരു കാര്യം ഭാഗവത്തിൽ അതായിട്ട് തന്നെ ഒരു അധ്യായത്തിൽ പറയുന്നു. അർക്കേന്ദുഗതികൾ 2 അധ്യായമാണ് സൂര്യൻ എന്താ പ്രാധാന്യം എന്ന് പറഞ്ഞിരിക്കുന്നത്. സൂര്യൻ ചില്ലറക്കാരനൊന്നുമല്ല. അതിനെ ഭജിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് ഇടയ്ക്ക് പരിഹാസം തോന്നും. അതൊരു ഗ്രഹമല്ലേ ആകാശത്തിൽ, അതിനെ ഭജിക്കാനുണ്ടോ? ഗ്രഹങ്ങളെ എന്താ ഭജിച്ചാൽ? ജ്യോത്സ്യന്മാർ ആദ്യം ഭജിക്കണത് ഈ നവഗ്രഹങ്ങളെ എടുത്തിട്ട് അവിടെ വയ്ക്കും, എന്നിട്ട് തൊഴുതിട്ടാ തുടങ്ങുക. നോക്കിയിട്ടുണ്ടോ? കാരണം അവരുടെ കാര്യങ്ങൾ ശരിയാവണം വെച്ചാൽ ഈ ഗ്രഹത്തിൻ്റെ നില പ്രവചിക്കണത് ശരിയാവണം. അപ്പോൾ ഗ്രഹങ്ങളെ ഭജിക്കുന്നത് തെറ്റല്ല, പറഞ്ഞാൽ ബലിക്കണ്ടേ? അവർക്കും വേണം ദൈവാധീനം, അല്ലെങ്കിൽ പറഞ്ഞാൽ വലിച്ചോളണമെന്നില്ല. അങ്ങനെ അല്ലേ എന്ന് ചോദിച്ചാൽ അങ്ങനെ അല്ലല്ലോ ഗുരുനാഥ എന്ന് പറഞ്ഞാൽ പോയില്ലേ. അപ്പോൾ അതാവണത് എന്തുകൊണ്ടാണ് അറിയോ? ദൈവാധീനം കൊണ്ടാണ്. അപ്പോൾ അവരും ഗ്രഹത്തെ ഭജിക്കുന്നു. വിശേഷിച്ച് സൂര്യൻ ഒരു ഗ്രഹമേ അല്ല എന്നാണ് നമ്മൾ ഈശ്വരനായിട്ടാണ് കാണുന്നത്. ആദിത്യ ഹൃദയം മന്ത്രം ദിവസവും ജപിച്ചാൽ ഒരു ശത്രു എന്ന് പറഞ്ഞ സംഭവം നമുക്ക് ഉണ്ടാവില്ല എന്നാണ്. അഥവാ ഉണ്ടെങ്കിൽ നമുക്ക് അവരെ തോൽപ്പിക്കാനും പറ്റും. അത്ര ഉണ്ടാവരുത് എന്നാണ് ഉദ്ദേശം വേണ്ടത്. ഏറ്റവും നല്ലത് അതാണല്ലോ. ആരും എത്രയോ വേണ്ട, കാര്യം കഴിഞ്ഞില്ലേ. ശത്രുവിനെ ജയിക്കാൻ രാമന് രാവണനെ കൊല്ലാൻ ഒരു നിലയ്ക്കും സാധിച്ചില്ല എന്ന് പറഞ്ഞിട്ട് അവസാനം വർണ്ണിക്കുക. ഒരു തല വറുത്ത് വീണ ആ തല അവിടെ വീണ്ടും വരിക. അങ്ങനെ ഒരാളെ എങ്ങനെ കൊല്ലുക? അയാളെ കൊല്ലാൻ പറ്റുമോ? അഗസ്ത്യൻ വന്നിട്ട് ഉപദേശിച്ചു, രാഘവ ഇത് ആദിത്യഹൃദയം മന്ത്രമാണ്, ജപിച്ചോളൂ, രാവണനെ വധിക്കാനുള്ള ശക്തി അങ്ങേക്ക് കിട്ടും. അതാണ് ചെല്ലിയിലെ നിഷ്പ്രയാസം ബ്രഹ്മാസ്ത്രം ഉപയോഗിച്ച് രാവണനെ വധിച്ചു. അപ്പം അത്ര ശക്തിയാണ് ആദിത്യഹൃദയം. 20 മിനിറ്റ് സൂര്യനെ നോക്കി നമ്മൾ മന്ത്രം ചൊല്ലിയാൽ, ഗായത്രി ജപിച്ചാൽ ഒരാൾക്ക് വേണ്ട വിറ്റാമിൻ ഡി കിട്ടും എന്നാണ്. അപ്പോൾ പണ്ടുള്ളവരുടെ കാഴ്ചപ്പാടൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ വിറ്റാമിൻ ഡി കിട്ടുന്നതായിട്ടുള്ള ഭക്ഷണം വളരെ കുറവാണ്, കിട്ടില്ല. ഗുളികയുണ്ട്. ഈ സൂര്യപ്രകാശം ഇങ്ങനെ സുലഭമായിട്ടുണ്ടാവുമ്പോൾ ഒരു അരമണിക്കൂർ വെയിൽ കൊള്ളുക വേണ്ടു, നാച്ചുറലായിട്ടുള്ള വിറ്റാമിൻ ഡി കിട്ടും. എന്നിട്ട് അതിന് ഗുളിക കഴിക്കണവരുടെ വിട്ടിത്തൊന്ന് ആലോചിച്ചു. ഡോക്ടർ എഴുതിയതാണ്, ആഴ്ചയിൽ 1 പ്രാവശ്യം എത്രയേ വേണ്ടൂ. വെയിൽ കൊള്ളണവർക്ക് ഈ ഗുളിക കഴിക്കേണ്ടി വരില്ല, വിറ്റാമിൻ ഡി ഗുളിക. അതിനാണ് സൂര്യോപാസന എന്ന് പറഞ്ഞാൽ എന്തൊക്കെ അടങ്ങണ കാര്യമാണ് ആലോചിച്ച് നോക്കൂ. പ്ലാക്ഷേർക്ക രൂപം എന്ന് പറഞ്ഞു പോയാൽ വേഗം കഴിയും ഇല്ലേ. സൂര്യനെ ഉപാസിക്കുക, സൂര്യനെ നോക്കുക, വെയിൽ കൊള്ളുക, സൂര്യനായിട്ട് നമ്മൾ ഭജിക്കുക. ഇതൊക്കെ നമ്മുടെ നിന്നും കിഴക്കോട്ട് തിരിഞ്ഞ് സൂര്യനെ ഒരു 12 നാമമുണ്ട്. ദ്വാദശ ആദിത്യന്മാർ. അത് വേറെ വേറെ പേര് പറഞ്ഞിട്ടില്ലെങ്കിലും ദ്വാദശാത്മനേ നമ എന്നൊരു 12 പ്രാവശ്യം പറയാം. ദ്വാദശാത്മനേ നമ ആദിത്യായ നമ, ദ്വാദശാത്മനേ നമോ ആദിത്യായ നമ, ദ്വാദശാത്മനേ നമ ഓം ആദിത്യായ നമ. ഒരു 12 പ്രാവശ്യം ആദിത്യായ നമ ദ്വാദശാത്മനേ നമാന്നെങ്കിലും പറഞ്ഞിട്ട് രോഗത്തിനെ ഇല്ലായ്മ ചെയ്യാൻ പ്രാർത്ഥിക്കണം എന്നാണ്. സൂര്യോപാസന കൊണ്ട് ആരോഗ്യമാണ് ഉണ്ടാവുക എന്നാണ്. ആരോഗ്യം കൊടുക്കുന്ന ആളാണ് സൂര്യൻ. പ്രഭാതത്തിൽ കിഴക്കുഭാഗത്തേക്ക് പോയിട്ട് വാതിൽ തുറന്ന് ഉദിച്ചു വരണ സൂര്യനെ നോക്കിയിട്ട് ഗായത്രി ചെല്ലുക പണ്ടത്തെ ഒരു സമ്പ്രദായമാണ്. സൂര്യ നമസ്കാരം ഇതൊക്കെ. പ്ലാക്ഷം എന്ന് പറഞ്ഞ ദ്വീപിൽ പ്ലാക്ഷ അർക്കരൂപമൈ ശാൽമല ഇന്ദുരൂപം. ശാൽമലി എന്ന് പറഞ്ഞ ദ്വീപിൽ ചന്ദ്രൻ. ഉത്തരായണം ദക്ഷിണായനം ഇതിനൊക്കെ ഭാഗവത്തിൽ പറയും. ഇപ്പം ദക്ഷിണായന കാലമാണ്, വേഗം ഇരുട്ടാവും. ഒക്കെ സൂര്യൻ്റെ ഗതിയാണ്. ചന്ദ്രനോ, ചന്ദ്രന് വെളുത്ത പക്ഷമുണ്ട്, കറുത്ത പക്ഷമുണ്ട് ഇല്ലേ. വെളുത്ത പക്ഷം ദേവപൂജയ്ക്കും കറുത്ത പക്ഷം പിതൃപൂജയ്ക്കും യോജിച്ചതാണ്. ശാൽമല ഇന്ദുരൂപം ദീപേ ഭജന്തി കുശനാമനിവന്യരൂപം. കുശം എന്ന ദ്വീപിൽ, ദീപേ കുശേ, കുശാണ് അവിടെ ദ്വീപ്. ദീപം എന്ന് ഏത് കുശം? ദ്വീപ് കുശനാമനി.
കുശം എന്നു പേരായിട്ടുള്ള ദ്വീപേ വന്യരൂപം ഭജന്തി, വന്യായിട്ട് ഭജിക്കുന്നു, അഗ്നിയായിട്ട്, പ്ലക്ഷത്തിൽ സൂര്യനായിട്ട്, ചാൽമലിയിൽ ചന്ദ്രനായിട്ട്, കുശദ്വീപേ കുശദ്വീപത്തിൽ വന്യായിട്ട് അഗ്നിയായിട്ട് ഭജിക്കുന്നു. ഇപ്പോൾ 3 ഇനി അടുത്തത് ക്രൗഞ്ച ദ്വീപത്തിൽ അമ്പുരൂപം, വെള്ളത്തിന് ഈശ്വരീയതയിൻ്റെ ഉണ്ടെന്ന് പറയുന്നതിന് അത്ഭുതമില്ല. കാരണം അഭിഷേകം ചെയ്യാൻ വെള്ളം ഇല്ലാണ്ട് പാലുകൊണ്ടോ നെയ്യുകൊണ്ടോ പഞ്ചാമൃതം കൊണ്ടോ മാത്രമല്ല അഭിഷേകം ചെയ്യുക. ആദ്യം എന്തുകൊണ്ടാണ് അഭിഷേകം? വെള്ളമാണ് ഭഗവാന്റെ തലയിൽ ഒഴിക്കുന്നത്. വെള്ളത്തിന് പകരം വയ്ക്കാൻ വേറൊന്നുമില്ല. അത് ദാഹിച്ചറിയാല്ലേ? പഞ്ചാരപ്പായസം കഴിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ദാഹിച്ചാൽ. അപ്പോൾ വെള്ളത്തിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേറൊന്നുമില്ല. അതിനെ ഈശ്വരനായിട്ട് കണ്ടു. അതാണ് ജലലിംഗം, ആകാശലിംഗം എന്നൊക്കെ പറഞ്ഞിട്ട് സൂര്യൻ്റെ ലിംഗം ഇത് പലതും ഉണ്ടെന്നും പറയണത്. പഞ്ചോപചാരമായിട്ട് പൂജിക്കുകയും ചെയ്യും ഇല്ലേ? അതായത് വെള്ളത്തിൻ്റെ, അഗ്നിയുടെ, പുഷ്പത്തിൻ്റെ, ആകാശത്തിൻ്റെയൊക്കെ പ്രതീകമായിട്ട് പുഷ്പമാണ് എടുക്കുക. ഭൂമിയുടെ പ്രതീകമായിട്ട് ചന്ദനം, ഗന്ധം. ദീപത്തിൻ്റെ പ്രതീകമായിട്ട് വിളക്ക്, കൊടിവിളക്കിൽ വിളക്ക് കാണിക്കുന്നത് അതാണ്. ദീപം സമർപ്പയാമി, ധൂപം സമർപ്പയാമി എന്ന് പറഞ്ഞാൽ ധൂപത്തിൻ്റെ ആകാശം, അതായത് ജലഗന്ധ പുഷ്പാദികൾ കൊടുക്കുന്നത് ഈ പഞ്ചഭൂതങ്ങളെ സ്മരിച്ചുകൊണ്ടാണ്. ധൂപം സമർപ്പയാമി അത് ധൂപാത്മന ധൂപം കൽപ്പയാമി, ധൂപം കൊണ്ട് അങ്ങനെ സമർപ്പിക്കുന്നു. പഞ്ചഭൂതങ്ങളുടെ പ്രതീകമായിട്ടാണ് ഇതെല്ലാം സമർപ്പിക്കുന്നത്. ക്രൗഞ്ചേ അമ്പുരൂപം, ക്രൗഞ്ച ദീപത്തിൽ വെള്ളത്തിനായിട്ട് കാണുന്നു. ശാഖരൂപത്തിൽ വായുമയം, വായുവിനെ അതിലും അത്ഭുതമാണ്, കാണാൻ തന്നെ പറ്റില്ല. എന്നാൽ അതില്ലാണ്ട് ഒരു നിമിഷം ആർക്കെങ്കിലും ഇവിടെ കഴിയാൻ പറ്റുമോ? അപ്പോൾ വായുവിൻ്റെ പ്രസക്തി എത്രത്തോളം ഉണ്ട്? വായുമയഞ്ച ശാഖത്തിൽ വായുവായിട്ടും, പുഷ്കരനാമനി ലോക, പുഷ്കരം എന്ന ദീപത്തിൽ ബ്രഹ്മരൂപമായിട്ടും ഭജിക്കുന്നു. ബ്രഹ്മരൂപ സ്വരൂപം തന്നെ ഇല്ല, ബ്രഹ്മത്തിന് സ്വരൂപമില്ലല്ലോ. ഓച്ചിറയിൽ സ്വരൂപമില്ലാത്ത ശിവനാണെന്നാണ്. ശിവസങ്കല്പമുള്ള രൂപമില്ല. അപ്പോൾ പുഷ്കരം എന്ന് പറഞ്ഞിട്ടുള്ള ദ്വീപിൽ ബ്രഹ്മരൂപമായിട്ടും ഭജിക്കുന്നു. പ്ലാക്ഷേ അർക്കരൂപമായി, പ്ലക്ഷത്തിൽ സൂര്യനായിട്ടും, ശാൽമല ഇന്ദുരൂപം, ശാൽമല ചന്ദ്രനായിട്ടും, ദീപേ ഭജന്തി കുശനാമനി വന്യരൂപം, ഒക്കെ കുശത്തിലാണ് ആ വരി മുഴുവൻ. കുശനാമത്തിൽ ആ ദ്വീപിൽ, കുശനാമം ആയിട്ടുള്ള ദ്വീപിൽ അഗ്നിയായിട്ടും, ക്രൗഞ്ചേ അമ്പരൂപം, ക്രൗഞ്ചത്തിൽ വെള്ളരൂപമായിട്ടും, ശാഖത്തിൽ വായുരൂപമായിട്ടും, പുഷ്കരത്തിൽ ബ്രഹ്മരൂപമായിട്ടും ഉപാസിക്കുന്നു. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.